ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കമലമ്മയുടെ ആഗ്രഹം അനുസരിച്ച് അമ്മയുടെ മോളെ കാണിച്ചു തരാമെന്ന് സജി സമ്മതിച്ചു. എവിടെ വെച്ചാ മോനെ? അവള് താമസിക്കുന്ന വീട്ടിലാണോ മോനെ നമ്മൾ പോവാ എന്ന് കമലമ്മ വളരെ ആകാംക്ഷയോടെ ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, അല്ലമ്മേ, നമ്മളൊരു പൊതു സ്ഥലത്തേക്കാ പോകുന്നത്. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. അവിടെ ചെന്ന് അമ്മ ഒരു കാരണവശാലും ബഹളം ഉണ്ടാക്കരുത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരു പക്ഷേ ഒരിക്കലും നമുക്ക് അർച്ചനയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതും, ഇല്ല മോനെ, ഞാൻ ഒരു രീതിയിലും കുഴപ്പമുണ്ടാക്കില്ല. മോനമ്മയെ വിശ്വസിക്കാം. ഞാൻ പാലിക്കാതിരിക്കില്ല, വാക്ക് മാറ്റില്ല എന്ന് പറഞ്ഞ് അമ്മ ഉറപ്പ് നൽകി. ഇതെല്ലാം കേട്ട് സച്ചി പറഞ്ഞു, എന്നാ അമ്മ ഇപ്പൊ സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ അമ്മയ്ക്ക് അമ്മയുടെ മോളെ കാണാം എന്ന് സച്ചി വാക്ക് നൽകുന്നു. അങ്ങനെ സച്ചി പറഞ്ഞതിന് പ്രകാരം പിറ്റേന്ന് തന്റെ മോളെ കാണാമല്ലോ എന്ന സന്തോഷത്തിൽ കമലമ്മ കിടന്നുറങ്ങി. ഈ സമയത്താണ് രാജീവ് തന്റെ അന്വേഷണവുമായി മുരുകന്റെ ചേട്ടൻ പറഞ്ഞനുസരിച്ച് ആശ്രമത്തിലേക്ക് എത്തിയത്. ആശ്രമത്തിലെത്തിയ ഉടൻ തന്നെ അവിടുത്തെ സന്യാസി വര്യനോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ മുരുകനും കരിമൊഴിയും ഈ ആശ്രമത്തിൽ ഏൽപ്പിച്ച ആ കുട്ടി ഇപ്പൊ എവിടെയാണുള്ളത്? അതാണ് തനിക്ക് അറിയേണ്ടത്. ആ കുട്ടിയെ ആരെങ്കിലും ദത്തെടുത്തോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എന്നൊക്കെ രാജീവ് അവരെ ചോദ്യം ചെയ്തു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ ആ സന്യാസി വര്യൻ പറഞ്ഞു, അതെ, ഈ ആശ്രമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കുട്ടികളെ ദത്തെടുക്കുന്ന ആളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അങ്ങനെ ആരോടെങ്കിലും തുറന്നു പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഈ ആശ്രമത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുട്ടിയെ ദത്തെടുത്തുകൊണ്ട് പോയ ആളുടെ വിവരങ്ങളൊന്നും ആരോടും പറയേണ്ട ആവശ്യകത ഞങ്ങൾക്കില്ലെന്നും അതിനാൽ നിങ്ങൾ ദയവ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് രാജീവിനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു. രാജീവ് അപ്പോഴും സന്യാസിയോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശ്രമത്തിൻ്റെതായ നിയമവശങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഈ നാടിന്, ഈ രാജ്യത്തിൻ്റെതായ നിയമസംഹിതയുണ്ട്. അതറിയാവല്ലോ. അതിൽ പറയുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നടപ്പിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇതറിയാനുള്ള അവകാശമുണ്ടെന്നും എനിക്ക് ഇതറിയണമെന്നും ഇതറിയാതെ താൻ ഇവിടെ നിന്ന് പോകില്ല എന്നും വാശി പിടിച്ച് രാജീവ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും സന്യാസി പറഞ്ഞു, അതെ, നിങ്ങൾ ആരാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത് എന്ന് ദേഷ്യത്തോടെ അദ്ദേഹം അന്വേഷിച്ചു. ഇനി ഇവിടെ നിന്ന് ബഹളം വെക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളെ ബലമായി ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്താക്കേണ്ടി വരുമെന്ന്, ഞങ്ങൾക്ക് അതിന് ഉള്ള നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും സന്യാസി അറിയിച്ചതോടെ ഇത് കേട്ട രാജീവ് പറഞ്ഞു, എനിക്കിതൊന്നും അന്വേഷിക്കാതെ പോകാനാവില്ലല്ലോ, കാരണം ഇതെന്റെ ജോലിയായി പോയില്ലേ. അത് കേട്ടതോടെ സംശയത്തോടെ സന്യാസി നോക്കുമ്പോഴേക്കും, ഞാൻ ആരാണെന്നെങ്കിൽ വ്യക്തമാക്കാമെന്ന് പറഞ്ഞ്, ഇപ്പോ സത്യങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് നിങ്ങളെ എടുത്തുകൊണ്ട് ഞാൻ നേരെ പോകുന്നത് നേരെ സ്റ്റേഷനിലേക്കായിരിക്കും. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം ചെയ്യലിന്റെ രീതിയാകാൻ മാറും. അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നറിയിച്ചതും ആകെ ഞെട്ടലോടെ സന്യാസി നോക്കി. അപ്പോ താങ്കൾ ആരാണ് എന്ന് സന്യാസി അന്വേഷിച്ചതും, ഞാൻ ആരാണെന്ന് എന്നാ ഇനി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള ID കാർഡ് എടുത്ത് രാജീവ് കാണിക്കുന്നു. അതോടുകൂടി വന്നത് പോലീസാണെന്നുള്ള കാര്യം അറിഞ്ഞതോടെ സന്യാസിക്ക് വല്ലാത്ത ടെൻഷനായി. സന്യാസിയും ചോദിച്ചു, അയ്യോ, അപ്പോ എന്നെ ഇനി കോടതിയിലും മറ്റുമൊക്കെ എന്തെങ്കിലും സാക്ഷി പറയാനായിട്ട് കൊണ്ടുപോകും സാറേ എന്ന് ചോദിച്ചതും, ഇപ്പോ ഞാൻ അന്വേഷിക്കുന്ന ഒരു കേസിന്റെ ഭാഗമായിട്ട് മൊഴിയെടുക്കാനായി വന്നതാണ്. എന്നോട് സത്യസന്ധമായിട്ട് എല്ലാ വിവരങ്ങളും നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതി കയറി ഇറങ്ങാതെ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താമെന്ന് രാജീവ് ഉറപ്പു നൽകി. ഒടുവിൽ രാജീവിന്റെ ആ ഭീഷണിക്ക് വഴങ്ങി സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം രാജീവിന് മുന്നിൽ വെളിപ്പെടുത്തണം. ആ കുഞ്ഞിനെയാണ് അവന്തിക ദത്തെടുത്തിരിക്കുന്നതെന്നും ഇനി ആ കുഞ്ഞിന്റെ പേരിൽ ഒരു അവകാശവും പറഞ്ഞ ഒരാളും ഇവിടേക്ക് വരില്ല എന്നും, ഇനി അഥവാ കുഞ്ഞിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്തേണ്ട കാര്യം തനിക്കറിയാമെന്നും അവരുടെ കാര്യം താൻ നോക്കിക്കോളാമെന്നും അന്ന് അവന്തിക വാക്ക് നൽകിയ വിവരവും അവന്തികയുടെ തീരുമാനവും അവന്തിക അതിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമൊക്കെ സന്യാസി രാജീവിനോട് ബോധ്യപ്പെടുത്തുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതോടെ രാജീവിന് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോ അർച്ചനയുടെയും സച്ചിയുടെയും കുഞ്ഞ് ഇപ്പോ അവന്തിക എടുത്തു വളർത്തുന്ന ചിപ്പി എന്ന കുട്ടിയാണെന്നുള്ള സത്യം രാജീവ് മനസ്സിലാക്കി. അപ്പോഴാണ് അർച്ചനയെ കാണുവാനായി സച്ചിയും കമലമ്മയും ഭാരതിയും കൂടി നേരെ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ക്ഷേത്രത്തിൽ വന്നിറങ്ങിയ ആ സമയത്തും കമലം ആശങ്കയോടെ സച്ചിയോട് ചോദിച്ചു, മോനെ സച്ചി, അച്ചു ഇവിടെ വരുമോ മോനെ എന്ന് ചോദിച്ചതും, വരുമേ, തീർച്ചയായിട്ടും വരും. അമ്മ വാ. അമ്മ എനിക്ക് തന്ന വാക്ക് അമ്മ പാലിക്കാൻ മറക്കരുത്. അമ്മ ഒരു കാരണവശാലും പ്രശ്നം ഉണ്ടാക്കരുത്. അറിയാവല്ലോ, ഏതെങ്കിലും വിധേന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അച്ഛനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ നമുക്ക് പിന്നെ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അമ്മ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് സച്ചി വീണ്ടും കമലമ്മയോട് ആവർത്തിച്ച് അറിയിച്ചു. ഇല്ല മോനെ, ഞാനൊരു കുഴപ്പം ഉണ്ടാക്കില്ല. എനിക്ക് എന്റെ പൊന്നുമോളെ ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് കമലമ്മ സച്ചിയോട് ഉറപ്പ് നൽകി. അങ്ങനെ കമലമ്മയും സച്ചിയും ആരതിയും കൂടി ക്ഷേത്രത്തിനകത്തേക്ക് കയറി. ഇതിനിടയിൽ ഗോകുലും അർച്ചനയും
ഗൗരി മോളും കൂടി ക്ഷേത്രത്തിൽ തൊഴാൻ എത്തിക്കഴിഞ്ഞിരുന്നു. അവര് തൊഴുത് പ്രസാദം വാങ്ങിക്കാനായി പ്രദക്ഷിണം വെച്ച് പ്രദക്ഷിണം വെച്ച് നേരെ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വരുമ്പോഴാണ് കമലമ്മയുമായി സച്ചി ആ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുന്നത്. സച്ചി അവിടെയുള്ള ആ മരച്ചുവട്ടിലേക്ക് കമലമ്മയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ നിന്ന് സച്ചി നോക്കി അവിടെ എവിടെയെങ്കിലും അർച്ചനയുണ്ടോ എന്ന്. അപ്പോഴേക്കും ഗോകുൽ അതിലെ പ്രദക്ഷിണം വെച്ച് പുറത്തേക്ക് പോകാനായി വരുന്ന കാഴ്ച സച്ചി കണ്ടു. ഉടനെ സച്ചി പറഞ്ഞു, അമ്മയുടെ അച്ചുമോള് ദാ വരുന്നു എന്ന് പറഞ്ഞ് സച്ചി ചൂണ്ടിക്കാട്ടിയതും വളരെ പ്രതീക്ഷയോടെ കമലമ്മ നോക്കി. അപ്പോഴേക്കും ഗോകുലിനെയാണ് അവിടെ വെച്ച് കമലമ്മ കണ്ടത്. ഇതോടെ കമലമ്മ ചോദിച്ചു, അയ്യോ അത് ശോഭയുടെ മകനല്ലേ, അത് ശോഭയുടെ മകനല്ലേ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, അതേ അമ്മേ, ഗോകുൽ സാറിന്റെ പിന്നാലെ നോക്കിക്കേ ആരാ വരുന്നതെന്ന് എന്ന് സച്ചി പറഞ്ഞതും തൊട്ടു പിന്നാലെ അർച്ചന ഗൗരിമോളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് അതിലെ നടന്നു വരുന്ന കാഴ്ച കമലമ്മ കണ്ടു. അതോടെ 10 വർഷക്കാലങ്ങൾക്കിപ്പുറം തന്റെ മകളെ നേരിൽ കണ്ട ആ ഒരു ഞെട്ടലിലായിരുന്നു കമലമ്മ. സച്ചി പറഞ്ഞിട്ടും തനിക്ക് വിശ്വാസമാകാതിരുന്നിട്ടും ഇപ്പോ നേരിൽ ആ സത്യം മുന്നിൽ വെളിപ്പെട്ടതിന്റെ ആ ഞെട്ടലിൽ കമലമ്മ അങ്ങനെ ആശങ്കയോടെയും അതിശയത്തോടെയും നോക്കി നിന്നു. അല്പനേരം തന്റെ മകളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അർച്ചനയും ഗോകുലും ഗൗരിമോളും സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച കണ്ടു. ഉടനെ കമലമ്മ ചോദിച്ചു, മോനെ, അതപ്പോ നമ്മുടെ പൊന്നുമോളാണോ അർച്ചനയുടെ അച്ചുമോളുടെ ഒപ്പം ഉള്ളത്? നമ്മുടെ പൊന്നുമോളല്ലേ ഗൗരി എന്ന് ചോദിച്ചപ്പോ അത് കേട്ട് സച്ചി പറഞ്ഞു, അതേ അമ്മേ, അത് തന്നെയാണ്, നമ്മുടെ പൊന്നുമോള് തന്നെയാ ഗൗരി എന്ന് സച്ചി അമ്മയെ അറിയിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതോടെ കമലമ്മ ആകെ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇരുവരെയും നോക്കി ആകെ വേദനയോടെ നിൽക്കുമ്പോൾ സച്ചി കാട്ടിക്കൊടുത്ത ആ ഒരു സത്യം നേരിൽ കണ്ടതിന്റെ ഞെട്ടിൽ കമലമ്മ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അർച്ചന ഗോകുലിന്റെയും ഗൗരിമോളുടെയും കൂടെ കാറിലേക്ക് കയറുകയാണ്. ഇത് കണ്ടതും കമലമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മോളെ അച്ചു എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുകയാണ് കമലമ്മ. കമലമ്മയുടെ തൊട്ടു പിന്നാലെ സച്ചിയും ആരതിയും കൂടി ഓടിച്ചെല്ലുന്നു. ഈ സമയത്ത് ഗോകുലിന്റെ കാറിൽ കയറി അവർ യാത്ര പുറപ്പെട്ടതും കമലമ്മ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോൾ അവര് വണ്ടിയും എടുത്ത് പോയി കഴിഞ്ഞിരുന്നു. കമലമ്മ അച്ചുമോളെ നിക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ സ്റ്റെപ്പിന്റെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അതിലൊരു പടവിൽ കാലുടക്കി കമലമ്മ വീഴുന്നു. കമലമ്മയെ വേഗം തന്നെ സച്ചിയും ഭാരതിയും പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന്, എന്നിട്ടും അമ്മ അത് പാലിച്ചില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ കമലമ്മ പറഞ്ഞു, എടാ മോനെ, ഞാൻ അവളുടെ പെറ്റമ്മയല്ലേ, എനിക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും? എടാ, ആ പോകുന്നത് നിന്റെ ഭാര്യയും മോളുമാണ്, നീ ചെന്ന് പിടിച്ചോണ്ട് വാടാ അവളെ എന്ന് പറഞ്ഞ് കമലമ്മ സച്ചിയോട് ബഹളം വയ്ക്കുന്നു. സച്ചി ഒരു വിധത്തിൽ അമ്മയെ സമാധാനിപ്പിച്ച് ആരതിയോടൊപ്പം നേരെ കാറിൽ കയറി അവരവിടെ നിന്ന് പുറപ്പെടുന്നു. ഈ സമയത്ത് ഗോകുൽ വീട്ടിൽ മടങ്ങിയെത്തി വീണ്ടും മദ്യലഹരിയിലേക്ക് ഗോകുലിന്റെ അന്നത്തെ ദിവസവും ആ ഒരു രീതിയിൽ അവസാനിപ്പിക്കാനായിട്ടുള്ള നീക്കത്തിലേക്ക് ഗോകുൽ കടന്നു. അപ്പോഴാണ് സച്ചി അമ്മയുമായി തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അമ്മ അവിടെ തനിച്ച് മുറിയിൽ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സച്ചി അരികിലേക്ക് എത്തി അമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അമ്മ സമാധാനപ്പെട്, എല്ലാത്തിനും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. എല്ലാം ഇനിയിപ്പോ ഇത്രയും നാളും നമ്മൾ അർച്ചനയുടെ ഓർമ്മ തിരിച്ചു കിട്ടിയതിന് ശേഷം അർച്ചനയെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഞാൻ നിയമപരമായെങ്കിലും അർച്ചനയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഇനി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് സച്ചി അമ്മയ്ക്ക് ഉറപ്പ് നൽകി. അങ്ങനെയെങ്കിലും നമ്മുടെ മോളെ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അമ്മയെ തനിക്കുള്ളത് എന്ന് സച്ചി അറിയിക്കുമ്പോൾ കമലമ്മ പറഞ്ഞു, മോനെ, ഇവിടെ നമ്മുടെ ഇന്ദുട്ടിയുടെയും അമ്മുവിന്റെയും കൂടെ അവരുടെ കൂട്ടുകാരിയായി ഗൗരിമോൾ എത്ര തവണ വന്നു. മോളെ നമ്മൾ അവരുടെ കൂട്ടുകാരി എന്നുള്ള രീതിയിൽ മാത്രമല്ലേ ഇന്നേ വരെ കണ്ടിട്ടുള്ളൂ. മോനൊരു കാര്യം ചെയ്യോ, ഏതെങ്കിലും ഒരു ദിവസം ഗൗരിമോളെ ഒന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാവോ എന്ന് സച്ചിയോട് കമലമ്മ ആവശ്യപ്പെട്ടു. അത് കേട്ടതോടെ സച്ചി ആകെ ഞെട്ടലോടെ ചോദിച്ചു, അതെങ്ങനെ ശരിയാവുമേ, ഗൗരിമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞതും, എടാ മോനെ, എനിക്ക് എന്റെ മോളെ കാണാനുള്ള ഭാഗ്യമേ ഉള്ളൂ. അവളെ അടുത്തിരുത്തി അവളോടൊന്ന് കാര്യങ്ങൾ ചോദിക്കാനോ സംസാരിക്കാനോ എനിക്ക് കഴിയുന്നില്ല. എന്റെ പൊന്നുമോളെയെങ്കിലും അടുത്തിരുത്തി ഒന്ന് കൊഞ്ചിക്കാനോ ലാളിക്കാനോ ഉള്ള ഒരു അവസരം നീ എനിക്ക് ഉണ്ടാക്കി തരണം. ആ കുഞ്ഞിനെ ഒന്ന് നെഞ്ചോട് ചേർത്ത് ലാളിക്കാനോ കൊഞ്ചിക്കാനോ ഉള്ള, ഇത്രയും വർഷക്കാലം ഒന്ന് കൊഞ്ചിക്കാനോ ഉള്ള അവസരം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കമലമ്മ സങ്കടപ്പെടുമ്പോ സച്ചി പറഞ്ഞു, ഞാൻ നോക്കട്ടെ അമ്മേ, അങ്ങനെ എന്തെങ്കിലും കൂട്ടിക്കൊണ്ടു വരാൻ പറ്റുമെന്ന് ഞാൻ നോക്കാമെന്ന് സച്ചിയെ കമലമ്മയ്ക്ക് ഉറപ്പ് നൽകി. അതിനുശേഷം സച്ചിയെ ആരതി വിളിക്കണം. ആരതിയുടെ അരികിലേക്ക് എത്തിയതും സച്ചിക്ക് നേരെ ഒരു പേപ്പർ നീട്ടിയിട്ട്, സച്ചി ഇത് സൈൻ ചെയ്യുക എന്ന് ആരതി ആവശ്യപ്പെട്ടു. അത് കേട്ടതോടെ സച്ചി ആകെ ഞെട്ടലോടെ ആരതിയെ നോക്കി. അല്ല വക്കീൽ ആദ്യം ഇതൊന്ന് വായിച്ചേ എന്ന് പറഞ്ഞു. അതെന്താ സച്ചിക്ക് എന്നെ അത്ര വിശ്വാസമില്ല എന്ന് ചോദിച്ചപ്പം, വിശ്വാസക്കുറവിന്റെ അല്ല വക്കീലെ, ഇതിൽ എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാനാ വക്കീലൊന്ന് വായിച്ചേന്ന് ആരതിയോട്
സച്ചി ആവശ്യപ്പെട്ടു. ഉടനെ ആരതി സച്ചി പറഞ്ഞതിന് പ്രകാരം താൻ എന്ത് പേപ്പറാണ് നൽകിയെന്നുള്ളത്, ആ വക്കീൽ നോട്ടീസ് എന്താണെന്നുള്ളത് വായിക്കണം. അതിൽ ഗോകുലിനെതിരെയുള്ള നിയമപരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കോടതിയിൽ നൽകാൻ പോകുന്ന കേസായിരുന്നു ആ നോട്ടീസിൽ ആരതി സച്ചിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നത്. തന്റെ ഭാര്യയായ അർച്ചനയെ 10 വർഷക്കാലമായിട്ട് ബലമായി ആ വീട്ടിൽ പാർപ്പിക്കുകയാണെന്നും സ്വബോധം നഷ്ടപ്പെട്ട, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയ തന്റെ ഭാര്യയുടെ ബന്ധുക്കളെ കണ്ടെത്താനോ അവരെ എത്തിക്കുവാനോ ഉള്ള വേണ്ട മാർഗങ്ങളൊന്നും തന്നെ ഇതിനോടകം ഗോകുൽ സ്വീകരിച്ചിട്ടില്ല എന്ന് ഗോകുൽ ഒരു ഗവൺമെന്റ് പ്ലീഡർ കൂടി ആയിട്ട് പോലും ഇങ്ങനെ ഒരു നിയമ വീഴ്ച വരുത്തിയ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് തന്റെ അപേക്ഷയെന്ന് സച്ചി ആവശ്യപ്പെടുന്നത് പോലെ വക്കീൽ നോട്ടീസ് തയ്യാറാക്കിയായിരുന്നു ആരതി വന്നത്. അത് വായിച്ചു കേട്ടതും സച്ചി എന്താ ഓക്കെ അല്ലേ എന്ന് ആരതി അന്വേഷിച്ചു. ഓക്കെ ആണ് വക്കീല് പറഞ്ഞതുപോലെ തന്നെ എല്ലാം റെഡിയായി എഴുതിയിട്ടുണ്ട്. അല്ല, എനിക്കറിയാൻ മേലാത്ത ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ വക്കീലെ. ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ നേരത്തെ വക്കീലിനോട് ആവശ്യപ്പെട്ടപ്പോ അന്ന് ഇങ്ങനെ ഒരു കേസ് കൊടുക്കണ്ട എന്നാണ് വക്കീൽ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. എന്നിട്ടിപ്പോ വക്കീൽ തന്നെ ഇതിന് മുൻകൈ എടുത്ത് എന്തുകൊണ്ടാണ് എന്ന് ആ സംശയത്തോടെ സച്ചി ആരതിയോട് ചോദിച്ചു. അത് കേട്ടതോടെ ആരതി പറഞ്ഞു, അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു, അത് സത്യം തന്നെയാണ്. പക്ഷെ നമ്മളോട് അന്ന് ഗോകുൽ സാറ് പറഞ്ഞത് അർച്ചനയ്ക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടുന്ന സമയത്ത് അർച്ചനയെ തിരികെ സച്ചിക്ക് അരികിലേക്ക് എത്തിക്കാമെന്നല്ലേ. എന്നിട്ട് അർച്ചനയ്ക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടുമ്പോ സച്ചിയുടെ അരികിലേക്ക് അർച്ചനയെ തിരിച്ചെത്തിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചതും അത് കേട്ട ഉടനെ സച്ചിക്ക് വല്ലാത്ത ഞെട്ടലായി. എന്താ വക്കീലി പറയുന്നത്? അപ്പോ അർച്ചനയ്ക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയോ എന്ന് വല്ലാത്ത ഞെട്ടലോടെ സച്ചി ചോദിക്കുമ്പോ തനിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം അത് താൻ മറ്റാരോടും പറയില്ല എന്ന് അർച്ചനയ്ക്ക് വാക്ക് കൊടുത്തതൊക്കെ ഞെട്ടലോടെ പെട്ടെന്ന് ആരതി ഓർത്തു. ഉടനെ ആരതി പറഞ്ഞു, അയ്യോ എന്റെ സച്ചി, ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേൾക്ക്, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് ഗൂഗിൾ സാർ തന്നതായിരുന്നല്ലോ. എന്നിട്ട് ഇതുവരെ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമോ അങ്ങനെയുള്ള ഒരു നീക്കമോ ഗൂഗിൾ സാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മളിങ്ങനെ കാത്തിരുന്നാൽ, അർച്ചനയ്ക്ക് ഓർമ്മശക്തി കിട്ടുന്നത് വരെ സച്ചി കാത്തിരിക്കാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ സച്ചി കാത്തിരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്താമെന്ന് ഞാൻ സച്ചിയോട് പറഞ്ഞതെന്ന് ആരതി സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അത് കേട്ടതോടെ സച്ചി പറഞ്ഞു, ഓ അങ്ങനെയാണെങ്കിൽ ഓക്കെ വക്കീലെ, ഞാൻ എവിടെ സൈൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതും ആരതി സൈൻ ചെയ്യാനുള്ള ഭാഗം കാണിച്ചു കൊടുത്തിട്ട് മനസ്സിൽ ആരതി പറഞ്ഞു, ഗൂഗിൾ സാറ് എന്നോട് പൊറുക്കണേ. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, അല്ല ഗുരുവിനോട് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിൽ ആരതി വക്കീലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആരതി സച്ചിയോട് പറഞ്ഞു, ഇതിൽ ഗുരുവെന്നോ ശിഷ്യെന്നോ ഇല്ല, നിയമത്തിൻ്റെതായ വഴിക്ക് പോകണം, അത്രമാത്രമേ ഞാനും ചിന്തിക്കാറുള്ളൂ എന്ന് ആരതി സച്ചിക്ക് മറുപടി നൽകണം. അതിനുശേഷം അർച്ചനയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാവുന്ന രാജീവ് ഗോകുൽ തനിച്ച് നിന്ന് മദ്യപിക്കുന്നത് കണ്ട് മുറിയിലേക്ക് എത്തുകയാണ്. അളിയ എന്ത് നേരത്തെ തുടങ്ങിയോ? എന്നെ ഒന്ന് വിളിക്കാതെ. അതെ അളിയ, ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ മദ്യപിക്കുന്നത് അത് നമ്മുടെ ഒരു കുറച്ചു നേരത്തേക്കുള്ള റിലീഫിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു കാരണവശാലും മദ്യം നമ്മളെ വിഴുങ്ങരുത്. നമ്മൾ മദ്യത്തെ കുടിക്കുകയുള്ളൂ. ഒരു കാരണവശാലും ആ മദ്യം നമ്മളെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. ഇതിപ്പോ എല്ലാ സമയത്തും പൂർണ്ണമായും മദ്യത്തിൽ മുങ്ങിയ അവസ്ഥയിലാവുകയാണല്ലോ അളിയൻ എന്ന് രാജീവ് ചോദിച്ചതോടെ ഗൂഗിള് പറഞ്ഞു, ഇനി എന്ത് നഷ്ടപ്പെടാനാ എനിക്കുള്ളത്? സ്വന്തം ജീവിതം പോലും ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നും ഏതവസ്ഥയിലാകുമെന്നും യാതൊരു നിശ്ചയവുമില്ലാതെ സ്വന്തം കുടുംബത്തെ സംരക്ഷിച്ചു നിർത്താൻ പോലും കഴിവില്ലാത്ത എന്നെ പോലെ ഒരുത്തൻ ഇനി മദ്യപിക്കാതിരുന്നിട്ടോ ഇനി മദ്യപിച്ചിട്ടോ യാതൊരു പ്രയോജനവുമില്ല എന്ന് ഗോകുൽ വിഷമത്തോടെ രാജീവിനോട് പറയുമ്പോ ഇതെല്ലാം കേട്ടു നിന്ന രാജീവ് പറഞ്ഞു, ഗൂഗിൾ സാറിനൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്റെ അളിയൻ എന്നും ഈ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും എന്ന് പറഞ്ഞപ്പോ ഗൂഗിള് പറഞ്ഞു, എനിക്ക് അതിലൊന്നും പ്രതീക്ഷയില്ല രാജീവേ, എല്ലാം എനിക്ക് നഷ്ടമാകും. എനിക്ക് എന്റെ ഗൗരി മോളെ കൂടി, അവളുടെ അവസ്ഥ കൂടിയാണ് ഞാൻ ആലോചിക്കുന്നത്. ആ നിമിഷം എന്റെ മോൾക്കുണ്ടാകാൻ പോകുന്ന ആ ഒരു മാനസിക വിഭ്രാന്തി, അവളുടെ ഒരു മെന്റൽ സ്ട്രെസ്, അതാണ് ഇപ്പൊ എന്റെ മനസ്സിനെ അലട്ടുന്നതെന്ന് ഗൂഗിൾ ടെൻഷനോടെ പറയുമ്പോ അത് കേട്ട് തന്ന രാജീവ് പറഞ്ഞു, എന്നാലേ അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും ഗോകുലിന് അളിയന് നേരിടേണ്ടി വരില്ല. കാരണം എന്റെ അന്വേഷണത്തിൽ ഇന്ന് വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചിട്ടുണ്ടളിയ എന്ന് രാജീവ് പറയുകയും എന്ത് വഴിത്തിരിവാണ് ഉണ്ടായത് എന്ന് അതിശയത്തോടെ രാജീവിനോട് ഗോകുൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നു.